ഞാനൊരു കാര്യം പറയാവേ. നമ്മുടെ ഫ്രമ്മിൻ്റെ ക്രിയേറ്റേഴ്സ് ജോൺ ഗ്രിഫിൻ ഉൾപ്പെടെയുള്ളവരുടെ സീസൺ 4 പ്രൈവറ്റ് ബ്രോഡ്കാസ്റ്റ് അവർ ഒഫീഷ്യലി നിർത്തിയിരിക്കുകയാണ്. തീർച്ചയായും നാളെയല്ലേ ഫിനാലെ, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ബ്രോഡ്കാസ്റ്റിൽ ടീം നൽകിയതായി പറയുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട്. ചില കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതാണത്. അതായത് എലോയിസ്, വിക്ടറുടെ സഹോദരി, അവൾ തിരിച്ചു വരില്ല, മരിച്ചു. ദേ സെഡ് ഇറ്റ്. പിന്നെ ക്ലാര മാനിനെല്ലോയുമായി ഒരു എഗ്രിമെൻറ്റ് വരെ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ജിമ്മും ഫാമിലിയും ടൗണിലേക്ക് എത്തപ്പെടുന്നതിന് മുന്നേ ആണ്. ഈ ടൗണിലായി എത്തപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അതിൽ നമ്മൾ കൂടുതൽ അറിഞ്ഞിൽ വെച്ച് ജെയ്ഡിനും തബീത്തയ്ക്കും മിറണ്ടയ്ക്കും വിക്ടർക്കുമാണ് അവിടെയുള്ള ആത്മാക്കളുമായി ഒരു വംശപാരമ്പര്യമുള്ളത്. 5ാം സീസൺ, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സീസണിൻ്റെ ടൈറ്റിൽ എൻ ഗെയിം, ദ ഗെയിം ഹാസ് എൻഡഡ് എന്ന പോലെ ആയിരിക്കും എന്നും അവർ ബ്രോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പേടിക്കണ്ട, തീർച്ചയായും എല്ലാറ്റിനുമുള്ള ഉത്തരങ്ങൾ, സകലത്തിനുമുള്ള ആൻസേഴ്സ് സീസൺ 5 കാണുന്നതിലൂടെ നമുക്ക് ലഭിക്കും. ജൂലിയുടെ സ്റ്റോറി വാക്കിങ്ങും ടൈം ട്രാവലും ഒക്കെ ഇപ്പോൾ മുട്ടി നിൽക്കുവാണെങ്കിലും അത് 5ാം സീസണിൽ ക്ലിയർ ആവുന്നതായിരിക്കും. ഈ സീരീസിൻ്റെ തുടക്കത്തിൽ പ്ലാൻ ചെയ്ത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ എൻഡിങ് ഉണ്ടാവുക. ഒരു മാറ്റവും അതിൽ വരുത്തിയിട്ടില്ല. ആ ഒരു കോർ ഐഡിയ തന്നെയാണ് ഇതിൻ്റെ ബേസ്. പ്രൊഡക്ഷൻ ടൈമിൽ ആ ഒരു എൻഡിങ്ങിലേക്ക് വരുന്ന ചില സാഹചര്യങ്ങൾ ഇവഞ്ച്വലി അവർ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലുമുപരി ഫ്രമിൻ്റെ ക്രിയേറ്റേഴ്സ് തന്നെ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സീരീസിൻ്റെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഫസ്റ്റ് സീസണിലെ പൈലറ്റ് എപ്പിസോഡിൽ തന്നെ ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് MGM+ പുറത്തുവിട്ടിരിക്കുന്ന ഫിനാലെ സ്റ്റിൽസിനെ കുറിച്ചൊന്ന് നോക്കാം. പക്ഷെ അതിനു മുന്നേ നമ്മുടെ ടെലിഗ്രാമിൽ ഇട്ടിരിക്കുന്ന ആ ഷോർട്ട് ക്ലിപ്പ് കണ്ടോ? എന്തോ വലുതായി നടന്നിട്ടുണ്ട്. അതാണ് പാറ്റി അത്രത്തോളം ഭയപ്പെട്ട് നിൽക്കുന്നത്. ബോയ്ഡിനെ വരെ കുറ്റപ്പെടുത്തി സമ്മതം തെറ്റുന്ന അവസ്ഥയിലാണ് അവരെ കാണാവുന്നത്. എന്നാൽ അവർ അത്രത്തോളം ലേറ്റായി ഇരുട്ടത്തിങ്ങനെ തിരികെ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ ആ മരം പിഴുതു മരുന്ന സ്ഥലത്ത് അവർ പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ രാത്രി റോട്ടൻ തക്കാളി പുറത്തുവിട്ട വീഡിയോ ഇല്ലേ, അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അല്ലേ? മരമൊടുവിൽ പിഴുതു മാറ്റുകയും ചെയ്തു. കൃത്യമായതിനു താഴെ തന്നെ താബീത്തയും ചെയ്ത് നിൽക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെ വലിയൊരു റെവലേഷൻ, മോൺസ്റ്റേഴ്സിന് സൂര്യപ്രകാശം ഇഷ്ടമല്ല. ആ നിൽക്കുന്ന രണ്ടിനെയും കൊല്ലാൻ അടുത്തുവരെ എത്തുന്നതും ഈ ഒരു വെട്ടം കണ്ട് അവർ പിന്നോട്ട് മാറുന്നു. എന്തായാലും ടാർപോളിൻ തന്ത്രം പാളി. ഒടുക്കം പ്ലാൻ പടി തന്നെ റോബ് ലാഡർ താഴേക്ക് ഇടുന്നുമുണ്ട്. തബീത്ത ആദ്യമേ അതിലേക്ക് കയറാൻ പോകുന്നുമുണ്ടെന്ന് ഈ സ്റ്റിൽ ഫോട്ടോസിലൂടെ വ്യക്തമായി. വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. നമുക്കെന്തായാലും സ്പോയിലർ ലീക്ക് ഒന്നും കൂടാതെ ഈ ഫോട്ടോസ് നോർമലായി ഒന്ന് അനലൈസ് ചെയ്യാം. ചിത്രങ്ങളെല്ലാം കണ്ടിട്ട് ഈ എപ്പിസോഡ് വളരെ വ്യക്തമായ, പരസ്പരം ഒട്ടും ബന്ധമില്ലാത്ത 2 ഭാഗങ്ങളായിട്ടായിരിക്കും വരിക. അതായത് പകൽ സമയത്തുള്ള ഭാഗവും പിന്നെ രാത്രി സമയത്തുള്ള ഭാഗവും. ഒരേ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ രാത്രി ഭാഗം വരുന്നത് സാധാരണ പോലെ ഇരുട്ടിയിട്ടാണോ അതോ നമ്മൾ ട്രെയിലർ കണ്ട ആ ചുവപ്പ് മിന്നൽ കാരണം വിചാരിച്ചതിൽ നേരത്തെ പെട്ടെന്ന് ഇരുട്ടിപ്പോയതാണോ എന്നാണ്. പക്ഷേ വരാൻ പോകുന്ന വിപത്ത് നോക്കുമ്പോൾ അത്ര വലിയ കാര്യമുള്ള ഡീറ്റെയിൽ ഒന്നുമല്ല. നമുക്കാദ്യമേ ആ നൈറ്റ് സീരീസിലേക്ക് നോക്കാം. എല്ലിസും ബോയ്ഡും സാറയും ഉൾപ്പെടെ ടീം എല്ലാം അവിടെ വലിയ ആപത്തിൽ നിൽക്കുന്നതാണ് കാണാവുന്നത്. കാരണം മീട്ടി കഴിഞ്ഞിരിക്കുന്നു. അവരെത്രയും പെട്ടെന്ന് അവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. എന്നാൽ അടുത്ത സ്റ്റിലിൽ മോൺസ്റ്റേഴ്സ് പലരും എത്തി തുടങ്ങുന്നതായി കാണാം. അക്കോസ്റ്റ കാർഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കെ അവരുടെ അടുത്തേക്ക് മോൺസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. എന്തായാലും അവളുടെ ഡ്രൈവിംഗ് പുലിയാണെന്ന് നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു സാഹചര്യത്തിന് പിന്നാലെയാണ് പാറ്റിയുടെ ആ വെപ്രാള സീൻ നടക്കുന്നത്. എന്നാൽ പാറ്റി ആദ്യമേ വല്ലാണ്ട് ഷോക്കായി വണ്ടിയിൽ കയറാതെയൊക്കെ നിൽക്കുന്ന സ്റ്റിൽ കാണാം. അവൾ അത്രത്തോളം പേടിച്ചു പോയ എന്തോ സംഭവം നടന്നിട്ടുണ്ട്. ബോയ് പിടിച്ചേറ്റാൻ ശ്രമിക്കുകയാണ്. അവർക്ക് പിറകിലായി റാൻഡലിനെ നോക്കി നിൽക്കുന്നത് കാണാം. ഇനി ഫാത്തിമയുടെ മരിയലിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. മരിയൽ നിലവിൽ ഫാത്തിമയെ നോക്കിയാണ്. അവൾ ഒബ്സർവേഷനിലാണല്ലോ. സോ ക്ലിനിക്കിലാണ് സംഭവം തോന്നുന്നു. അവിടേക്ക് എന്തോ ഒന്ന്, അല്ലെങ്കിൽ ആരോ അകത്തേക്ക് കയറി വരുന്നോ അതോ വരാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഇതിൽ ഫാത്തിമ മരിയലും നല്ല പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നുള്ളത് ഡേ ടൈം സ്റ്റിൽസാണ്. അതെല്ലാം കണ്ടിട്ട് മുഖം പുള്ളിയെ പാറ്റിക്ക് അത്യാവശ്യം നല്ല സ്ക്രീൻ ടൈം ഈ എപ്പിസോഡിൽ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. കൂടാതെ ക്രിസ്റ്റിയും അക്കോസ്റ്റിയും അങ്ങനെ അവരെല്ലാം കൂടി ചേർന്നിട്ട് ആ ബോട്ടിൽ ട്രീ മണ്ണിൽ നിന്ന് പിഴുത് മാറ്റാനും അങ്ങനെ പുറം ലോകത്തെ ആ ഗുഹയുടെ ഉള്ളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു വലിയ കുഴി ഉണ്ടാക്കാൻ നോക്കുകയാണ്. എന്തിന്? ഈ സമയം താഴെ എല്ലും പെറുക്കി നിൽക്കുന്ന ജെയ്ഡിനെയും തബീത്തയും പുറത്തിറക്കാൻ. ഇവിടെ ഞാൻ പ്രതീക്ഷിക്കാതിരുന്നൊരു കാര്യമാണ് ഈ ഒരു സ്റ്റിലുള്ളത്. ഫാത്തിമ ആ മരം മുറിക്കുന്ന സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന് മരിയലുമൊത്തുള്ള ആ സന്ദർഭത്തിന് ശേഷമാണോ അതിന് മുമ്പാണോ നമുക്കറിയില്ല. എന്തായാലും ഡ്രസ്സ് സെയിമാണ്. അവൾ നല്ല പേടിച്ച് മരവിച്ച് നിൽക്കുകയാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ നമ്മുടെ നല്ലവനായ റാൻഡൽ വളരെ ചിന്താക്കുഴപ്പത്തിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കാണാം. പിന്നൊരു കാര്യം, ഈ ഒരു ക്യാരക്ടറിന് ഒടുക്കം ഒരു വലിയ ട്വിസ്റ്റോ വെളിപ്പെടുത്തലോ ഒക്കെ ഉണ്ടായാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? കാരണം ഇപ്പോൾ തന്നെ എന്തൊക്കെ തിയറീസാണ്. റാൻഡൽ തന്നെയാണ് ആ മാനിനിയല്ലോ, അല്ലെങ്കിൽ ചങ്ങലയിൽ കിടക്കുന്ന മാർട്ടിൻ എന്നൊക്കെയല്ലേ. എന്തായാലും ഒരു സർപ്രൈസ് അവൻ്റെ കാര്യത്തിലുണ്ടായാൽ നല്ലതായിരിക്കും. പിന്നെ ഇപ്പോൾ റാൻഡലി ഇരിക്കുന്നത് ക്ലിനിക്കിന് മുന്നിലെ പടിയിലാണ്. പക്ഷെ അവൻ എന്തോ ഒരു നിരാശയുള്ളതുപോലെ. തൊട്ടടുത്ത സ്റ്റില്ലിൽ എല്ലിസും ഫാത്തിമയും ബോയ്ഡും പുറത്തേക്കിറങ്ങി അതിശയത്തോടെ നോക്കുന്നത് നമ്മൾ ട്രെയിലർ കണ്ട ആ മിന്നൽ പിണറുകളാണെന്ന് ഉറപ്പാണ്. പ്രൊമോയിൽ ഇവിടെ റാൻഡലിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നല്ലോ. ഈ ഒരു സമയത്ത് ബോയ്ഡിൻ്റെ ഷർട്ടിൽ ചോരക്കറയുണ്ട്. അപ്പോൾ ഇതിന് മുന്നിലുള്ള സന്ദർഭമാണ് ഈ ഒരു സ്റ്റില്ലിൽ കാണിക്കുന്നത്.
മരം പിഴുതു മാറ്റവുമായി ബന്ധപ്പെട്ട വലിയ ടെൻഷനിലാണ് എല്ലാവരും. ബാക്റ്റയും, പാറ്റിയും, ക്രിസ്റ്റിയും, അക്കോസ്റ്റയും, ബോയിഡും. പിന്നെ ഒരാളൂടെ ഉണ്ടല്ലോ. ബോയിഡിൻ്റെ തോളത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ആ തിളങ്ങി നിൽക്കുന്നത് നമ്മുടെ റാൻഡലിൻ്റെ തലയല്ലേ? മരം പിഴുത ശേഷം താഴേക്ക് നോക്കാനായിരിക്കും ആ ഒരു വലിയ ടോർച്ച്. പിന്നെ 2 ആഴ്ച മുന്നേ ഇറങ്ങിയ സ്റ്റില്ലാണിത്. ഇതുവരെ വന്ന എപ്പിസോഡിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും സോഫിയ ആ ഫോട്ടോ നോക്കി നിൽക്കുന്നത് എന്തായാലും നാളെ കാണാം. എലിജിനെ നേരിട്ടതിന് ശേഷമായിരിക്കും ഇത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഫിനാലെ എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പ്രൊമോ ഫോട്ടോസ് എല്ലാം നല്ല എക്സൈറ്റ്മെൻറ്റ് തരുന്നുമുണ്ട്. അപ്പോൾ ഒരു 1 കലാശക്കൊട്ടിനായി നമുക്ക് കാത്തിരിക്കാം. ഒപ്പം എന്തോ വലുത് കാണാനായും.